കണ്ടിരിക്കുക അത്യാവശ്യം കുഴപ്പമില്ല, എങ്ങനെ പറയാം, കുഴപ്പമില്ല. ആ നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഡി ഏജിങ് എന്നൊക്കെ പറഞ്ഞാൽ ഡി ഏജിങ് അല്ല, അത് കുഴപ്പമില്ല, അത് ചെയ്തതെന്നുള്ള ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല, കണ്ടിരിക്കുക. സ്റ്റോറി ഇഷ്ടപ്പെട്ട് വെറൈറ്റി സ്റ്റോറി പിടിച്ചേക്കുന്നത്, പക്ഷെ കുഴപ്പമില്ല, കാണാം, കണ്ടിരിക്കുക. ബ്രോ നല്ല സിനിമയാണ്, എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് കണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ നെഗറ്റീവായിട്ട് പറയാൻ വിജയ് ഒരു ചെറുപ്പകാലം ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് വന്നുള്ളൂ. അത് അത്ര ഷേപ്പായിട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളിയാണ്, നല്ല സിനിമയാണ്. ഒരുപാട് സ്റ്റോറിയൊക്കെ നല്ല രസമാണ്, നല്ലതാണ്. നെഗറ്റീവ് പറയാൻ മറുപടി എന്ന് പറയാൻ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. അതിപ്പോൾ ഇത്ര വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. അപ്പം വിജയ് ഫാൻസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ, പണം കൊള്ളാം, വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നെഗറ്റീവ് എന്ന് പറയണത് എന്താണ് പറയുന്നത് അറിയത്തില്ല. കൊള്ളാം, കണ്ടിരിക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇളയ ദളപതി ഒരു രക്ഷയില്ല. നമ്മൾ സത്യം ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇളയ ദളപതിയുടെ ഇത് ഓരോരോ സീനും നമുക്ക് കാണുമ്പോൾ എണീറ്റ് നിന്ന് കൈയടിക്കാനൊക്കെ തോന്നും. നല്ലൊരു ആക്ടിങ്, നല്ല അടിപൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു, കൊള്ളാം.